നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. കേരളത്തിലെ ഗവൺമെന്റ് BSc നഴ്സിംഗ് കോളേജുകൾ എവിടെയൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്, എത്ര മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2022 കേരളത്തിൽ 9 ഗവൺമെന്റ് BSc നഴ്സിംഗ് കോളേജുകളാണ് ഉണ്ടായിരുന്നത്. 9 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലെയും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ LBS എന്ന് പറയുന്ന ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നടത്തിയിരുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിച്ച് 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്കാണ് BSc നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിച്ചിരുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ നൽകാം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കാണ് അഡ്മിഷന് വേണ്ടി പരിഗണിച്ചിരുന്നത്. +1 മാർക്ക് അഡ്മിഷന് വേണ്ടി പരിഗണിക്കില്ല. 2023 6 പുതിയ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ കൂടി ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 2023 14 ഗവൺമെന്റ് BSc നഴ്സിംഗ് കോളേജുകളാണ് ഉണ്ടായിരുന്നത്. 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലെയും അഡ്മിഷൻ LBS തന്നെയാണ് അലോട്ട്മെന്റ് വഴി നടത്തിയത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ നൽകിയ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഏറ്റവും ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്കാണ് നിലവിലുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2023 100 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചു. ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, മഞ്ചേരി, പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട് ഇവിടെയാണ് ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ BSc നഴ്സിംഗിനായിട്ട് കേരളത്തിലുള്ളത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കുഹാസിന്റെയും രജിസ്ട്രേഷനുള്ള കോളേജുകളാണ് ഇവയെല്ലാം. 2023 വരെ ഇവിടെ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 മാത്രം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാത്രം മാർക്ക് പരിഗണിച്ചായിരുന്നു. എന്നാൽ 2024 മുതൽ എൻട്രൻസ് എക്സാം നടത്തി അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം അഡ്മിഷൻ നടത്താൻ എന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനെക്കുറിച്ചിട്ടുള്ള കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 1000 രൂപ മാത്രമാണ് 4 വർഷത്തേക്ക് ഫീസായിട്ട് നൽകേണ്ടത്. അവരുടെ മെസ് ഫീസ്, ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ് മുതലായവയെല്ലാം E-ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴി അവർക്ക് ലഭിക്കും. എന്നാൽ OBC, EWS ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഒരു വർഷം 23,170 രൂപയാണ് 2023 ഫീസായിട്ട് നൽകേണ്ടിയിരുന്നത്. അങ്ങനെ 4 വർഷം അവർ 23,170 രൂപയാണ് ഫീസ് നൽകേണ്ടത്. അവരുടെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസും അവർ നൽകേണ്ടതായിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ 4 വർഷത്തെ BSc നഴ്സിംഗ് പഠനം വളരെ തുച്ഛമായ ഫീസിൽ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ഒരു വർഷം 1 ലക്ഷം രൂപയോളം ട്യൂഷൻ ഫീസായിട്ടും സ്പെഷ്യൽ ഫീസായിട്ടും നൽകേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ടെക്സ്റ്റ്, യൂണിഫോം, മെസ് ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവയും നൽകണം. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ 2023 വരെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് 99% മുതൽ 100% വരെ മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലെയും സീറ്റുകൾ വളരെ കുറവായതിനാൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള അപേക്ഷ നൽകിയവരിൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും കാസ്റ്റ് റിസർവേഷന്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ 2023 വരെ അഡ്മിഷൻ നടത്തിയത്. 2024 BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി കേരളത്തിലും എൻട്രൻസ് എക്സാം നടത്തുകയാണ് എങ്കിൽ +2 മാർക്കുകളൊന്നും അഡ്മിഷന് വേണ്ടി പരിഗണിക്കില്ല. +2 വളരെ ഉയർന്ന മാർക്കുള്ള കുട്ടികൾ ആണെങ്കിൽ പോലും എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ 2024 നടത്തുന്നത് എങ്കിൽ എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് മാത്രമാണ് അതിനുവേണ്ടി പരിഗണിക്കുക. ഉയർന്ന മാർക്കുള്ള +2 മാർക്കുകളൊന്നും അതിനുവേണ്ടി പരിഗണിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 2024 കേരളത്തിലെ BSc നഴ്സിംഗ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എൻട്രൻസ് എക്സാമിന് കൂടി നിങ്ങൾ ഇപ്പോൾ മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാം അല്ല എഴുതേണ്ടത്. എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് എക്സാം ഉണ്ടാകും. നീറ്റ് എക്സാം അല്ല അതിന് എഴുതേണ്ടത്.
MBBS, BDS, BAMS, ഹോമിയോ അതുപോലെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, BSc നഴ്സിംഗിന് നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്ന കോളേജുകൾ, അവിടേക്ക് നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജുകളിലെ അഡ്മിഷന് വേണ്ടിയും മാത്രമാണ് നിങ്ങൾ നീറ്റ് എക്സാം എഴുതേണ്ടത്. കേരളത്തിലെ BSc നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ അതിന് നീറ്റ് എക്സാം അല്ല എഴുതേണ്ടത്, അതിന്റെ എൻട്രൻസ് എക്സാം വേറെ വരുമ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി എൻട്രൻസ് എക്സാം നടത്തും എന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ അറിയിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പിന്നെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.